അപ്പം നമ്മളിപ്പം നൊട്ടാപേട്ടയിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ കുഞ്ഞു 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 ഷോപ്സ് ഉണ്ട്. ഇങ്ങനത്തെ ടിബറ്റൻ പ്രോഡക്റ്റ്സ് ആണല്ലോ. ഓക്കെ, ടിബറ്റൻ പ്രോഡക്റ്റ്സ് ഉള്ള ഷോപ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ സാധനം രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു. ആ ബ്ലാക്കും വൈറ്റും കൊള്ളാം കേട്ടോ. ടിബറ്റൻ മാർക്കറ്റ്, അതാണ് ഇതിന്റെ പേര്, ടിബറ്റൻ മാർക്കറ്റ്. ടിബറ്റൻ മാർക്കറ്റ്. അങ്ങനെ നമ്മളിനി തിരിച്ച് വേറെ ലൊക്കേഷനിലോട്ട് പോവാം. വേറെ കളറൊക്കെ അടുത്ത സ്ഥലത്ത് നമുക്ക് കാണാം. നമ്മളങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് എത്തി. To a liquid paste. Cocoa bean roasting is done at 135 degrees Celsius, where beans are roasted and once roasted beans are broken, winnowed. Then they are grinded at 50 degrees Celsius in ball mill machine, and then cocoa bean is liquefied. When grinded with heating, it is called as cocoa mass. In conching of milk chocolate, 15 kilograms of cocoa mass, 15 kilograms of milk powder, 48 kilograms of sugar, and 22 kilograms of cocoa butter is added. For white chocolate, 30 kilograms cocoa butter, 48 kilograms sugar, 22 kilograms milk powder are the three ingredients. Dark chocolate is added with 34 kilograms of cocoa mass, 48 kilograms of sugar, 22 kilograms of milk powder, and cocoa butter 30 kilograms. After 24 hours of conching, the chocolate is transferred to a melting tank and then kept at 50 degrees Celsius in liquid form milk. Dark and white chocolates are kept separate and then molded into shapes and sizes with nuts, flavors to the consumer's choices. ചോക്ലേറ്റ് അപ്പം നല്ലതാണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് അല്ലേ? ഡാർക്ക് ചോക്ലേറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് സൺബേൺ ഒക്കെ ഉണ്ട്. Welcome to Benchmark Chocolate Factory. Cocoa tea in India is an interconnected ടീ ഫാക്ടറിയിലോട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ വ്യൂ. അറിയില്ല, അവിടെ എന്തോ കാണുന്നു. ഇതിൻ്റെ ഉള്ളിലാ ഇത് ചെയ്യുന്നത്. ദലൈലാമ.
ഒരു ചേച്ചി അതിന് മുമ്പേ കൈ നീട്ടിക്കൊണ്ട് വന്നു, ചേച്ചി കൊടുത്തില്ല. ഞാൻ കണ്ടില്ല. ഫോട്ടോ ആ ചേച്ചിയുടെ ഒരു ആഗ്രഹം S23 അൾട്രയിൽ ഫോട്ടോ പക്ഷെ ചേച്ചി കൊടുത്തില്ല. After the rolling process, the tea leaves are placed on the ceramic tiles for fermentation. During the fermentation process, the color, flavor, liquor and taste is enhanced due to the activation of enzymes. Celsius and sent to the fiber extractor that works on static electricity where the fiber and stalks are removed. Following the fiber extractor, ഞാന് ഊട്ടി വർക്കി. ഇതിവിടുത്തെ ഒരു സ്നാക്സ് ആണ്. പിന്നെ നമ്മൾ മേളിൽ നിന്ന് ചോക്ലേറ്റും തേയിലപ്പൊടിയും വാങ്ങിച്ചു. പിന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. സ്പൈസസ് ഉണ്ട്, ഓയിൽ, കോഫി. इधर से अच्छा आता है फोटो. അപ്പം നമ്മളിപ്പം നൊട്ടാപേട്ടയിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാൻ. ഞാൻ
50 രൂപയുള്ളൂ. തണുപ്പാണെങ്കിലും ചെയ്തതിനെടുക്കാം. തണുപ്പത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. സ്ലീവ്ലെസ് ഇട്ട ഈ ജില്ലയിൽ ഒരാൾ കാണിക്കുകയാണ്. നമ്മൾ ഹയസ്റ്റ് പീക്കിൽ വന്നുകൊണ്ട് സ്ലീവ്ലെസ് ഇട്ടുണ്ടോ മിടുക്കിയാണ്. പക്ഷെ എനിക്കത് തണുപ്പൊന്നുമില്ല. തണുപ്പില്ല, ചെയ്യണ്ടായിരിക്കും. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓൾറെഡി ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്. തള്ളി വന്നിട്ടുണ്ട്. അകത്തോട്ട് കയറുവാണെങ്കിൽ എന്താണെന്ന് അറിയണം. തൊപ്പി വെച്ച് വീഡിയോക്ക് വേണ്ടി തൊപ്പി വാങ്ങിച്ച അമ്മ. കപ്പലിനാണോ? അല്ല കടല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാ കമ്പനി ആയതുകൊണ്ട് അതിന് പറ്റും. നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്, ജാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് 50 രൂപയുള്ളൂ. ആളാള് നമുക്ക് മറ്റേ കോയമ്പത്തൂർ ഈ ഉരുളക്കിഴങ്ങ് ചില്ലറ ഉണ്ടോ? ഡാൻസ് ഒക്കെ കളിക്കുന്ന സ്ഥലത്ത് പോയി. നമ്മൾ പോയപ്പോഴും വാങ്ങിച്ചു അല്ലേ? നമ്മൾ നല്ല മാർക്കറ്റ്, ഫുഡ് മാർക്കറ്റ്. സോസ് വേണ്ടല്ലോ. സോസ് വേണോ? വേണ്ടല്ലോ. അത് സോസല്ല, മയണൈസ്. അത് മയണൈസ്. അത് മുളകിട്ട് മുക്കി തന്നാ പോരെ. കാണമുട്ട അത് മുട്ട പൊട്ടിക്കാണ്. മുട്ടയുള്ളത് കാണമുട്ട മുട്ട പൊട്ടിച്ചിട്ട് അത് സ്റ്റിക്കിലാക്കിയിട്ട് ഇങ്ങനെ വരും. കാണമുട്ട ആണോ? ഈ ഫോൺ പോക്കറ്റ് ഇട്ടിട്ടേ. ടോയ്സ്, കണ്ണാടി, മാല, പാനിപ്പൂരി ഉണ്ട്. മതിയല്ലോ, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ പോരെ. എനിക്കൊരു സെക്കൻഡ് ചുറ്റും ചുമന്നെടുത്തോട്ടെ. അപ്പം ഞങ്ങളിവിടെ ഈ ദൊദബെട്ട അവിടെ, അതായത് ഹയസ്റ്റ് പീക്ക് ഇൻ TN ആണ്. അവിടുത്തെ നമ്മളൊരു വ്യൂ പോയിന്റിലെത്തി. അപ്പുറത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സൈഡ് വഴി ഇങ്ങനെ വന്നപ്പോൾ ഇതാണ്. ഇപ്പോൾ ബാക്കിൽ നമുക്ക് ശരിക്കും ഊട്ടി ഫുള്ള് കാണാം. അപ്പോൾ അങ്ങനൊരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ടോയ് ട്രെയിനിൽ പോകണമെന്നുണ്ട്, പക്ഷേ ഇന്നത് നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി പെട്ടെന്ന് ഇറങ്ങണം. അപ്പം ഞങ്ങളിനി അങ്ങെത്തിയിട്ട് തിരിച്ചു വരാം.